ഗുഡ് മോർണിംഗ്. ഹോംവർക്ക് റോങ് ആണല്ലോ. ലക്ഷ്മിപ്രിയ മാത്രമേ കറക്റ്റ് ആക്കിയിട്ടുള്ളൂ. ഹന്ന റോസ് ഒന്നും വന്നില്ലേ? ഹന്ന റോസ് സായി കൃഷ്ണ സെൻഡ് ചെയ്ത എന്താ ഹോംവർക്ക് ചെയ്തില്ല? സായി കൃഷ്ണ എന്നാ പറ്റിയേ? കേക്കുന്നില്ലേ? നീ എന്തായാലും ഞാൻ പറയട്ടെ. എനിക്ക് കേക്കാവല്ലോ. ഇപ്പൊ കേക്കാവോ? ഓക്കെ. രാവിലത്തെ ക്ലാസിന്റെ ലിങ്ക് ഇടോ? ഇടാം. തെറ്റിപ്പോയോ കേട്ടോ. ലക്ഷ്മിപ്രിയക്ക് മാത്രം, ഹന്ന റോസ് വന്നില്ല. അതിന്റെ റോങ് ആണ്. നിങ്ങളെന്താ അങ്ങനെ ചെയ്ത് എഴുതിയിപ്പം? മൂന്നാമത്തെ ആൻസർ ജൂലൈ പേജ് നമ്പർ 83 ലെസൺ 4 എഴുതണേ. ഇപ്പം വന്ന ക്ലാസ്സിൽ വന്നവരെല്ലാം ഹെഡിങ് എഴുതണം. ഹന്ന റോസേ, പുതിയ ലെസൺ ആണ്. ടൈം രാവിലത്തെ അറിയില്ല, നോക്കണം. ഓക്കെ, രാവിലത്തെ അറിയത്തില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. കുറെ പേര് എഡ്വിൻ വന്നിട്ടുണ്ട്, ഇപ്പം മുഹമ്മദ് റിയാൻ വന്നിട്ടുണ്ട് അല്ലേ? ടൈമിനെ കുറിച്ചാണ്. ടൈം എങ്ങനെ കാണാം? ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4th ക്ലാസ്സിലൊക്കെ 60 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1 മിനിറ്റ്, 60 മിനിറ്റ്സ്, 1 അവർ, 24 hours, 1 ഡേ, അങ്ങനെ എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾക്ക് ലീപ്പ് ഇയർ കാണാനാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ലീപ്പ് ഇയർ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഇയർ കിട്ടിയിട്ടുണ്ട്, അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്നറിയാൻ ആ ഇയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ റിമൈനിങ് 0 വന്നിട്ടുണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ 2001 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡിവിഷൻ ചെയ്തു. അപ്പം നമുക്ക് റിമൈൻഡർ 1 വന്നു. അപ്പൊ അത് ലീപ്പ് ഇയർ അല്ല. നമ്മൾ 2008 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ നമുക്ക് 0 വന്നു. അപ്പൊ അത് ലീപ്പ് ഇയർ ആണ്. അത് മറക്കരുത്. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്, ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വന്നിട്ട് റിമൈൻഡർ 0 ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കും. വരാത്തവർ, ഫസ്റ്റ് ക്ലാസ് വരാത്തവരെല്ലാം ശ്രദ്ധിക്കണേ, ലീപ്പ് ഇയർ ആയിരിക്കും. ഓക്കെ, ലീപ്പ് ഇയറിനെ കണ്ടുപിടിക്കാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ ടൈം എങ്ങനെ കാണാൻ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡേയ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. എങ്ങനെ പഠിച്ചു? ഇപ്പം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ദ എക്സസൈസ് 4.1. ഫസ്റ്റ് എ ബിറ്റ്, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡേയ്സ്. First one, 15 January 2008 to 31 2008, 31 March 2008. നമ്മൾ ആദ്യം എന്താണ്? 15 ജനുവരി ആണ്, 15-ാം തീയതി, ജനുവരി 15 മുതലാണ്. അപ്പം 15 നമ്മൾ കൂട്ടണം. അപ്പൊ ജനുവരിയിൽ എത്ര ഡേയ്സ് ആണ്? 31 ഡേയ്സ്. ഡേയ്സ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? നമ്മൾ കൈ ഇങ്ങനെ മടക്കിയിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ആ ബോൺസ് എല്ലാം വരുന്നിടത്തെല്ലാം 31 ഡേയ്സും അതിനിടയിൽ ബോൺസുകൾക്കിടയിൽ വരുന്നത് 30 ഡേയ്സും ആയിരിക്കും. ഫെബ്രുവരിയിൽ മാത്രം മാറ്റമുണ്ട്. ഓക്കെ, ഫെബ്രുവരി ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ഡേയ്സും, ലീപ്പ് ഇയർ അല്ലെങ്കിൽ 28 ഡേയ്സുമാണ്. Calculate the number of days from, first question, 15 January 2008 to 31 March 2008. ജനുവരി തൊട്ടാണ്. അപ്പൊ ഫെബ്രുവരി വരുന്നുണ്ട് അല്ലേ? ഫെബ്രുവരി വരുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഫെബ്രുവരി ഇയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. എന്താ അന്ന റോസ്? ഹന്ന എന്താ പറഞ്ഞോ?
ലീപ്പ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കുക. ഫെബ്രുവരി മാസം നമ്മൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ ആവശ്യമില്ല. ഫെബ്രുവരി 2008നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ എത്ര ദിവസം വരും ഫെബ്രുവരിയിൽ? 29 ഡേയ്സ്. അപ്പൊ ആദ്യം എന്ത് കാണണം? ജനുവരി 31 മൈനസ് 14 ഡേയ്സ്. 31 മൈനസ് 14 ഇസിക്കൽ ടു എത്രയാണ്? 17 ഡേയ്സ് വരും. 17 ഡേയ്സ്. പിന്നെ ഫെബ്രുവരി 29 ഡേയ്സ്. മാർച്ച് ഇവിടെ എത്രയാണ്? 31 ഡേയ്സ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര ഡേയ്സ് കിട്ടും? 77. സെക്കൻഡ് വൺ, അത് മോർണിംഗ് ഞാൻ ക്ലാസ്സിൽ തന്നിരുന്നു. രണ്ടാമത്തെ 27 മെയ് 2009 ടു 29 ഒക്ടോബർ 2009. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. അതിൽ ഫെബ്രുവരി വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് 2009 ലീപ്പ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ മെയ്യിൽ എത്ര ഡേയ്സ് ഉണ്ട്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. മെയ്യിൽ 31 ഡേയ്സ്. 31 ഡേയ്സ് മൈനസ് 31 മൈനസ് എത്രയാണ്? 26. ഗുഡ് മോർണിംഗ്. 31 മൈനസ് 26 ഈസ് ഈക്വൽ ടു 5 ഡേയ്സ്. അപ്പൊ മെയ്യിൽ എത്ര ദിവസം ഉണ്ട്? 5 ഡേയ്സ്. ജൂണിൽ 30 ഡേയ്സ്, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30 ആൻഡ് ഒക്ടോബർ 29. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര ദിവസം കിട്ടും? 156. നെക്സ്റ്റ് തേർഡ് ആൻസർ കുറെ പേര് തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ. Question, write the question. 13 July 2009 to 14 January 2010. July. Is equal to എത്രയാണ്? ജൂലൈയിൽ എത്ര ഡേയ്സ് ആണുള്ളത്? 31. 31 മൈനസ് എത്രയാ? ഇവിടെ ഡേറ്റ് എത്രയാണ്? 13 ജൂലൈ ആണേ. അപ്പൊ എത്ര ദിവസം കുറയ്ക്കണം? 12 കുറയ്ക്കണം. 13-ാം തീയതി തൊട്ട് തുടങ്ങി, അപ്പം 12-ാം തീയതി വരെയുള്ളത് നമ്മൾ കുറച്ചാൽ മതി. മൈനസ് 12 ഈസ് ഈക്വൽ ടു എത്രയാണ്? 19. ഓക്കെ, നെക്സ്റ്റ് ആഗസ്റ്റ്. 31. ആഗസ്റ്റ് എത്ര ദിവസമാണുള്ളത്? 31. മിസ് ഇത് എഴുതണോ? എഴുതണം. ക്വസ്റ്റ്യൻ എഴുതി ആൻസർ ആണ് ഇത്, തേർഡിന്റെ. നെക്സ്റ്റ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ആഗസ്റ്റ്, സെപ്റ്റംബർ 30. സെപ്റ്റംബർ സെപ്റ്റംബർ 30. നാലാമത്തെ പാടല്ലേ? ഫോർത്ത് ലെസൺ. ഒക്ടോബർ. ഒക്ടോബർ എത്രയാണ്? 31. നവംബർ.
November 30. November 30. December 31. December 31. 31. മിസ്സിനെ കാണുന്നില്ലല്ലോ മിസ്സിന്റെ ക്യാമറയില്. ക്യാമറ കാണുന്നില്ലേ? എന്ത് പറ്റിയോ? ഈ ക്യാമറയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നോക്കട്ടെ കേട്ടോ. ഓ, വെബ് ക്യാം ആയതുകൊണ്ട് അത് നേരെ ഇരിക്കുന്നില്ല. നമ്മൾ ഇതിൽ അനക്കുമ്പോൾ കാണുന്നുണ്ടോ ഇപ്പം? ഡിസംബർ 30. നെക്സ്റ്റ് ജനുവരി ജനുവരി എത്രയാണ് ഇവിടെ ഡേറ്റ്? ജനുവരി 14. അതിന് മാറ്റമൊന്നുമില്ല കേട്ടോ. ലാസ്റ്റത്തെ ഇതിൽ ആദ്യത്തേതാണ് നമ്മൾ ഒരെണ്ണം ഒരു ദിവസം കുറച്ചിട്ടേ. ഇപ്പം 14 ആണെങ്കിൽ 13 കൂട്ടണം. ഇപ്പം മാർച്ച് 25 ആണെങ്കിൽ 24, 31 24 കുറയ്ക്കണം. ഓക്കെ, ജനുവരി 14. 4. ഓക്കെ, ആൻസർ ചെയ്തേ, ആഡ് ചെയ്തേ എല്ലാം കൂടെ. ആൻസർ 186. അഡീഷൻ ചെയ്യണം, എല്ലാം കൂടെ കൂട്ടണം കേട്ടോ. ആഡ് ചെയ്യണം, അഡീഷൻ. ആൻസർ കിട്ടിയോ? 186. 186. ക്യാമറ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുവാണല്ലോ. ഓക്കെ, വീഡിയോ കിട്ടിയില്ലേ? ആൻസർ എഴുതിയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ എന്താണ്? 18 January 2010 to February 15 May 2010. 2010 ലീപ് ഇയർ ആണോ എന്ന് കണ്ടുപിടിച്ച എല്ലാവരും. 2010 ഡിവൈഡഡ് ബൈ 4 വേഗം കണ്ടുപിടിക്കേ. 2010 ലീപ് ഇയർ അല്ല. അല്ല, ഒന്ന് ഡിവൈഡ് ചെയ്തേ എല്ലാവരും. ഡിവൈഡ് ചെയ്തു. ചെയ്യാത്തവർ ജോസിയും അതിലൊക്കെ ഒന്ന് ചെയ്തേ വേഗം. ഇതെങ്ങനെ കണ്ടുപിടിക്കില്ലേ? എനിക്ക് മനസ്സിലായിട്ടോ. അത് കണ്ടുപിടിക്കാൻ 2010 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. 4 കൊണ്ട് ഹരിക്കുക. 2010 4 കൊണ്ട് ഹരിക്കുക. ഹരിക്കുമ്പം താഴെ റിമൈൻഡർ വന്നിട്ടുണ്ടെങ്കിൽ 2010 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 2 വരും അല്ലേ? ആദ്യം 20 5 പ്രാവശ്യം പോവും, പിന്നെ പോകുകയല്ല അല്ലേ? പിന്നെ 10 ഉള്ളൂ. അപ്പൊ അവിടെ 5ന്റെ അവിടെ 0 ഇടുക. പിന്നെ 10 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം. 2 4s are 8, റിമൈനിങ് 2. കിട്ടിയോ മുഹമ്മദ് റിയാൻ?
2010-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ ലീപ്പ് ഇയർ ആയിരിക്കും അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ 18th ജനുവരി. ഇപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ജനുവരിയിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 31 മൈനസ് എത്രയാ? 17. ഓക്കെ, 31 മൈനസ് 17. ആൻസർ 14. ഇത് ക്ലിയർ ആക്കട്ടെ. Yes. ജനുവരി 31 മൈനസ് എത്രയാണ് ഇവിടെ? 18 ജനുവരി 17 ഈസ് ഇക്വൽ ടു എത്രയാ? 31 മൈനസ് 17 14. ജനുവരി ഫെബ്രുവരി ദിസ് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ. അതുകൊണ്ട് എന്താണ്? 28 ഡേയ്സ്. മാർച്ച് 31. മാർച്ചിൽ എത്ര ഡേയ്സ് ഉണ്ട്? 1 day. 31. ഏപ്രിൽ 30 days. ഏപ്രിൽ 30. May 16 days. May 15. 15. അതിനൊരു മാറ്റവും ഇല്ല കേട്ടോ. ലാസ്റ്റത്തെ ഇതില് ആദ്യത്തേതാണ് നമ്മൾ ഒരെണ്ണം കുറച്ചിട്ട് മൈനസ് ചെയ്യേണ്ടത്. ആഡ് ചെയ്തേ. +14 +28 +31 +30 +15. ആൻസർ കിട്ടി. ഞാൻ ചോദിക്കാം ഇപ്രാവശ്യം ആൻസർ ആരാ പറയേണ്ടതെന്ന്. ഏഞ്ചൽ ആൻസർ കിട്ടിയോ? ഏഞ്ചൽ. ഏബൽ ബിനോയ്. സോറി, ഏബൽ ബിനോയ്. ആൻസർ പറഞ്ഞേ. എത്ര കിട്ടിയ ആൻസർ ആഡ് ചെയ്തപ്പോൾ? പറ. ചെയ്തില്ലേ മിസ്? കുറച്ച് മറ്റേ ഈ അഡീഷൻ ചെയ്തപ്പം കൊണ്ട് മിസ്റ്റേക്ക് ആയിപ്പോയി മിസ്. എന്നാ വേഗം ചെയ്ത് അഡീഷൻ കറക്റ്റ് ആയിട്ട് ചെയ്തേ വേഗം. മിസ് ഞാൻ പറയാം. എഡ്വിൻ പറഞ്ഞ ആൻസർ. മിസ് ഞാൻ ചെയ്തോണ്ടിരിക്കും. എടാ, അഡീഷൻ ചെയ്യാൻ ഇത്ര സമയം വേണോ? 8 × 4 = 12 1 13. ഞാൻ പറയാം. ആരാ? ജോസി. ജോസിക്ക് വെരി ഗുഡ്. 118. 118. വെരി ഗുഡ് ജോസി. ജോസിക്ക് ഒരു ബിഗ് ക്ലാപ്പ് ഉണ്ടേ.
ഓക്കെ 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 ഓക്കെ. മിസ്സാ ആ പറ. ആ ഫോർത്ത് വണ്ണില് ആ ആ 4 കൊണ്ട് ഡിവിഷൻ ചെയ്തിട്ട് ആ അത് ആ നമ്മൾ ആ ലീപ്പ് ഇയർ ആണോന്ന് അറിയാനാണ്. ആ 4 എങ്ങനെ കിട്ടിയേ? 4 കിട്ടിയതല്ല, നമ്മൾ എപ്പോഴും ഇയറിനെ ഇത് ലീപ്പ് ഇയർ ആണോന്ന് അറിയാൻ വേണ്ടി നമ്മൾ എപ്പോഴും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, എല്ലാത്തിലും ആ ഏത് വർഷത്തെയും എത്ര എത്ര മാസമാണുള്ളത്? 12 മാസമല്ലേ? 12ന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 4 ആണ്. അപ്പൊ ആ 4 കൊണ്ട് നമ്മൾ ഇയറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെ കോഷ്യന്റ് അല്ല കേട്ടോ, റിമൈൻഡർ 0 കിട്ടണം. ഓക്കെ, റിമൈൻഡർ 0 വന്നിട്ടുണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. അങ്ങനെ ഏതെങ്കിലും ഇപ്പൊ 2010നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് എത്രയാ കിട്ടിയത്? റിമൈൻഡർ 2 ആണ് കിട്ടിയത് അല്ലേ? ഈ ക്യാമറ റിമൈൻഡർ 2 അല്ലേ കിട്ടിയേ? അപ്പൊ അത് ലീപ്പ് ഇയർ അല്ല. അപ്പൊ ലീപ്പ് ഇയർ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ 28 ഡേയ്സ് ആണ്. ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരിയിൽ 29 ഡേയ്സ് ആയിരിക്കും. ഓക്കെ, ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് ആ വർഷത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ ഇപ്പൊ? ഇപ്പൊ ആൻസർ പറഞ്ഞേ. ആൻസർ എത്രയാന്നാ പറഞ്ഞേ? 118. 118. ഹന്ന റോസിന് തെറ്റിപ്പോയായിരുന്നല്ലോ. ജനുവരി 31 മൈനസ് 17 24 ആണോ കിട്ടിയത്? ഞാൻ എഴുതിയതെല്ലാം കറക്റ്റ് ആയിരുന്നു. ലാസ്റ്റ് എഴുതിയപ്പോഴാണ് മിസ്സിന് ഞാൻ ആ ഹോംവർക്ക് പോലെ എഴുതിയത് ഞാൻ അയച്ചു തന്നപ്പോൾ മിസ് പറഞ്ഞ റോങ് ആണ്. പിന്നെ ഇപ്പൊ ഈ ടെസ്റ്റ് തുറന്നു നോക്കുമ്പോഴാണ് 4th ക്വസ്റ്റ്യൻ എഴുതിയത് 5th ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അത് ഞാൻ എഴുതി വന്നപ്പോ അത് മാറിപ്പോയി. പിന്നെ 3rd ക്വസ്റ്റ്യന്റെ ജനുവരിയുടെ വന്നപ്പോ അതും ഇച്ചിരി മാറിപ്പോയി. അത് പിന്നെ ശരിയാക്കി. ശരിയാക്കിയിട്ടുണ്ട്. മനസ്സിലായോ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്? ഒരെണ്ണം കൂടെ ചെയ്യാവേ. അടുത്തത് നിങ്ങൾ ഒരെണ്ണം കൂടെ ചെയ്ത എക്സസൈസ് എല്ലാം തീരുമല്ലേ? നമുക്ക് അടുത്ത വേർഡ് പ്രോബ്ലം. ഈ 4ഉം 5ഉം 6ഉം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണേ. Okay. Next, solve these word problems. ഗ്രേസ് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? എന്താ മനസ്സിലാകാത്തെ? പറഞ്ഞേ, എവിടെയാ ഡൗട്ടുള്ളേ? എങ്ങനെയാണ് ഡേയ്സ്? ആദ്യത്തെ ജനുവരി 18 ജനുവരി ആകുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണോ ആ ദിവസത്തെ ഡേയ്സ്? ജനുവരി 18 ആണെങ്കിൽ ജനുവരിയിൽ എത്ര ദിവസങ്ങളുണ്ട്? 31 ഡേയ്സ് അല്ലേ? ജനുവരിയിൽ 31 ഡേയ്സ് ആകുമ്പോൾ 31 മൈനസ് ഇവിടെ 18 ജനുവരിയാണ്. 18 കൂട്ടരുത്, 17 സബ്ട്രാക്ട് ചെയ്യണം. അപ്പം 17-ാം തീയതി വരെയാണ്. 18-ാം തീയതി തൊട്ട് ഉള്ളതാണ് നമ്മൾ കൂട്ടേണ്ടത്. അപ്പോൾ 17-ാം തീയതി. അപ്പോൾ 17 കുറയ്ക്കണം. അപ്പം ജനുവരിയിലെ ദിവസങ്ങൾ കിട്ടും. ബാക്കി ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഫെബ്രുവരിയിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്യണ്ടേ? ആ ഇയർ ലീപ്പ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കണം. ലീപ്പ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കുന്ന എങ്ങനെയാ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ ഇതിൽ 2010 ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 2010നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരും. അപ്പൊ അത് ലീപ്പ് ഇയർ അല്ല. അപ്പൊ അന്ന് ലീപ്പ് ഇയർ അല്ലെങ്കിൽ ജനുവരിയിൽ എത്ര ഡേയ്സ് ആണുള്ളത്? 28 ഡേയ്സ് ആണ്. ലീപ്പ് ഇയർ ആണെങ്കിൽ 29 എഴുതണം. സോറി, ഫെബ്രുവരിയിൽ ലീപ്പ് ഇയർ ആണെങ്കിൽ ക്യാമറ ചാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ലീപ്പ് ഇയർ ആണെങ്കിൽ ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ഡേയ്സ്. ഇപ്പം ഫെബ്രുവരി 29 ഡേയ്സ് കിട്ടി. പിന്നെ നമ്മൾ കൈ കൊണ്ട് അഭ്യാസം നടത്തിയില്ലേ രാവിലെ?
അത് ചെയ്ത് നോക്കുക. അപ്പം ഓരോ മാസങ്ങളിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് വരും. പിന്നെ ലാസ്റ്റ് എത്രയാണ്? മെയ് 15. നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് അതേ ഡേറ്റ് ആഡ് ചെയ്യണം കേട്ടോ. അതിൽ കുറയ്ക്കാനൊന്നും നിൽക്കരുത്. 15 കൂട്ടുക. അപ്പോൾ ആൻസർ കിട്ടി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് വൺ ഒന്ന് നോക്കിക്കോ, ഞാൻ പറയാവേ. ക്വസ്റ്റ്യൻ നമ്പർ 5 എഴുതിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 5. അല്ല, എ ബിറ്റില്ല. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം. ഇത് നിങ്ങൾക്ക് മനസ്സിലായ സോൾവ് ദ പ്രോബ്ലം ഒക്കെ വേഗമാവും. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എനിക്ക് മനസ്സിലായി സർ, അത് കിട്ടി. വേഗം ശ്രദ്ധിച്ച എല്ലാവരും. 15 August 2008 to 2nd October 2008. ചെയ്തേ, ഒന്ന് വേഗം ചെയ്ത് നോക്കി. 15th August. ഇപ്പോഴെന്താ ഓഗസ്റ്റിൽ എത്ര ദിവസങ്ങളുണ്ട്? ഡേയ്സ് 31 ഡേയ്സ്. 31 മൈനസ് എത്രയാ? ഇവിടെ 15 ആണ്. അപ്പൊ എത്ര ഡേയ്സ് സബ്ട്രാക്ട് ചെയ്യണം? 14 ഡേയ്സ് സബ്ട്രാക്ട് ചെയ്യണം. 31 മൈനസ് 14. വേഗം കണ്ടുപിടിച്ച് ഗ്രേസ്. മനസ്സിലായോ നോക്കട്ടെ. വേഗം ചെയ്യണേ എല്ലാവരും. നോക്കാം നമുക്ക്. ആ 11 ആണോ? 13 മൈനസ് 40. 31 മൈനസ് 40. 17. 31 ദിവസത്തിൽ നിന്നും 14 ദിവസം കുറയ്ക്കണം. ഇവിടെ 15 അല്ലേ? ആഗസ്റ്റ് 15 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പം 14 കുറയ്ക്കണം കേട്ടോ. ഇനി ഗ്രേസ് ഒന്ന് ആൻസർ പറഞ്ഞാൽ മതി. ഖന്ന റോസ് പറയല്ലേ ആദ്യം. എന്താ ഖന്ന? ഗ്രേസ് എഡ്വിന് കിട്ടിയ ആൻസർ 31 മൈനസ് 14. 70. അപ്പം ആഗസ്റ്റിൽ എത്ര ദിവസം ഉണ്ട്? 17. സെപ്റ്റംബറിൽ എത്ര ഡേയ്സ് ആണുള്ളത്? സെപ്റ്റംബറിൽ കൈകൊണ്ട് നോക്കിക്കേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. 30 ഡേയ്സ്. ആ 17 അടിയിൽ 17 എഴുതിയതിന്റെ അടിയിൽ 13. സെപ്റ്റംബർ. ഒക്ടോബർ എത്രയാണ്? ഒക്ടോബറിൽ എത്ര ദിവസം ഉണ്ട് അവിടെ? ക്വസ്റ്റ്യൻ നോക്കിയേ. എഡ്വിനെ പറഞ്ഞ ആൻസർ പറഞ്ഞേ. ഒക്ടോബറിൽ എത്ര ഡേയ്സ് ആണ്? ഒക്ടോബർ 2. ഇവിടെ ക്വസ്റ്റ്യനിൽ എത്ര ഡേയ്സ് ആണെന്ന് പറ. 2. അപ്പം 2 കൂടെ ആഡ് ചെയ്യുക. 17 പ്ലസ് 30 പ്ലസ് 2. 17 പ്ലസ് 30 പ്ലസ് വെരി ഗുഡ് ഗ്രേസ്. 49 ഡേയ്സ്. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ഇനി സമയമില്ല സോൾവ് ദീസ് പ്രോബ്ലംസ് പറയാൻ. അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ചെയ്യാം. 6th ക്വസ്റ്റ്യൻ. 15 January to 15 September in a non leap year. നോൺ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ലീപ്പ് ഇയർ അല്ലാത്തൊരു ദിവസം. അപ്പം ജനുവരിയിൽ 15th ജനുവരി എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? 31 മൈനസ് ജനുവരി എഴുതുക കേട്ടോ. ജനുവരി 31 മൈനസ് 15 അല്ലേ? അപ്പോൾ 14 ഈസ് ഈക്വൽ ടു 17. ഫെബ്രുവരി ഇവിടെ നോൺ ലീപ്പ് ഇയർ ആണ്. അപ്പോഴെത്ര ഡേയ്സ് ആണ്? 28.
ഫെബ്രുവരി ലീപ്പ് ഇയർ ആണെങ്കിൽ മാത്രമേ 29 എഴുതാവുള്ളൂ. ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞു നോൺ ലീപ്പ് ഇയർ. അപ്പം 28. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, സെപ്റ്റംബർ വരെ, സെപ്റ്റംബർ 15 വരെ. ഓക്കെ, വേഗം ചെയ്ത ആൻസർ. സെപ്റ്റംബർ 15. കൂട്ട് ആഡ് ചെയ്തേ വേഗം. എത്ര ആഡ് എന്ത് എത്ര ആഡ് ചെയ്യണ്ടേന്നോ? ഓരോ മാസത്തിലും എത്ര ദിവസം ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യണം. ജനുവരിയിൽ 17 ഡേയ്സ്, 17 ഡേയ്സ്. ഫെബ്രുവരിയിൽ 28 ദിവസം. മാർച്ച് 31 ഡേയ്സ്. ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 15. വേഗം ആഡ് ചെയ്തോളൂ, വേഗം വേഗം. കിട്ടിയോ ആൻസർ ആർക്കെങ്കിലും? ഹന്ന റോസ് പറയണ്ട ഇപ്പോഴേ, കാണിച്ചാ മതി. കിട്ടിയവരൊക്കെ ഒന്ന് തമ്പ് കാണിച്ചാ മതി. എഡ്വിന് കിട്ടി, ഹന്ന റോസിന് കിട്ടി. പിന്നെ മുഹമ്മദ് റിയാനും മുഹമ്മദ് ഗൈക്കും കിട്ടിയില്ലേ ആൻസർ? ആൻസർ എത്ര? ആൻസർ അഡീഷൻ ചെയ്തേ. അല്ലല്ല 228 അല്ലല്ല, റോങ് ആണ്. ഒന്നും കൂടെ എന്തോ ഇത് മനസ്സിലായിട്ടില്ല. ഏതെല്ലാം ജനുവരിത്തെ അങ്ങനെ അത് മനസ്സിലായിട്ടാ. ജനുവരിയില് 15, ജനുവരി 15 തൊട്ട് സെപ്റ്റംബർ 15 വരെയുള്ള ദിവസങ്ങളാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അപ്പം ജനുവരിയില് 15-ാം തീയതി തൊട്ടാകുമ്പോൾ നമ്മൾ ജനുവരിയിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇപ്പം നമ്മൾ എല്ലാ മാസവും ഡേയ്സ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ കൈ പിടിക്കുക. ഈ ബോൺസ് ഓക്കെ, ബോൺസിന്റെ അവിടെ ഇത് 31 ആയിരിക്കും. രണ്ട് വിരകളുടെ ഇടയ്ക്കുള്ള ഭാഗം 30 ആയിരിക്കും. അപ്പം 31, 30, 31, 30, 31, 30 അങ്ങനെ കൂട്ടണം കേട്ടോ. അപ്പം ഫെബ്രുവരിയിൽ മാത്രം 28 ഇയർ ആണെങ്കിൽ 29 ഡേയ്സ് ആയിരിക്കും. ലീപ്പ് ഇയർ, നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ 28 ഡേയ്സ് ആയിരിക്കും. ഓഗസ്റ്റ് കഴിഞ്ഞല്ലോ സെപ്റ്റംബർ വരുന്നു. ഓഗസ്റ്റ് കഴിഞ്ഞാണ് സെപ്റ്റംബർ വരുന്നത്. അപ്പം അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ 31, 30, ജനുവരി 31, ഫെബ്രുവരി 28 or 29,
മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31. പിന്നെയും അടുത്ത ബോണ്ട് ആദ്യം തൊട്ട് തുടങ്ങുവാണ് ഇവിടെ. അപ്പം ജൂലൈയിലും 31 ഡേയ്സ് ആണ്, ആഗസ്റ്റിലും 31 ഡേയ്സ് ആണ്. സെപ്റ്റംബർ 30 ഡേയ്സ്, ഒക്ടോബർ 31 ഡേയ്സ്, നവംബർ 30 ഡേയ്സ്, ഡിസംബർ 31 ഡേയ്സ്. അങ്ങനെ കൗണ്ട് ചെയ്യണം. അപ്പം ഇവിടെ നോൺ ലീപ്പ് ഇയർ ആയതുകൊണ്ട് ഫെബ്രുവരി